ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയ നിധിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എത്താണ് സുധീഷ്. വേറൊന്നുമല്ല, ഒരു സ്കൂട്ടർ കണ്ട് നിധിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും നിധിക്ക് സ്കൂട്ടർ ഓടിക്കാനായിട്ട് അറിയില്ല. നികേഷിനോട് സ്കൂട്ടർ പഠിപ്പിക്കാൻ നിധി ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ടെങ്കിലും നിധി എന്നെ നികേഷ് പഠിപ്പിച്ചോളെന്ന് പറയുന്നു. അതിനുശേഷം നികേഷ് നിധിയെയും കൂട്ടി ഒരു ഗ്രൗണ്ടിലേക്ക് ചെല്ലാണ്. പിന്നീട് വണ്ടിയിൽ കയറാനായിട്ട് നിധിയോട് പറയുമ്പോൾ എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിധി പറയുന്നത് കേൾക്കേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ പിടിക്കാം എന്നെല്ലാം നികേഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നികേഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിധി വണ്ടിയിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം ഇങ്ങനെ മാറി നിൽക്കില്ലേ ഏട്ടത്തി, ഇങ്ങനെയായാലും സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നികേഷ്. നിധി ഇങ്ങനെ സ്കൂട്ടറിലേക്ക് കയറി ഇരിക്കുകയാണ്. നികേഷ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ നികേഷ് നിധിയുടെ പിന്നിൽ കയറി ഇരുന്ന് ആക്സിലറേറ്റർ കൊടുക്കാൻ പറയാണ്. സ്കൂട്ടർ മൂവ് ആകുമ്പോൾ നികേഷിനെ ഭയത്തോടെ നിധി നോക്കുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ പിന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ കാല് ബാലൻസ് ചെയ്തോളാന്ന് പറയുന്നുണ്ട് കേട്ടോ നികേഷ്. പിന്നീട് സുധീഷ് ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട് ദേഷ്യത്തോടെ. സുധീഷ് ആണെങ്കിൽ അവരെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ മുന്നിൽ തന്നെ കയറി നിൽക്കുകയാണ്. ഇതേ സമയം നികേഷ് സുധീഷ് ചേട്ടനായിരുന്നു ഏട്ടത്തി പേടിച്ചു പോയി, ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. വണ്ടി ആടുകയാണല്ലോ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് സുധീഷ്. ഇപ്പോ പഠിപ്പിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, പതുക്കെ ശരിയാകുമെന്ന് പറയുന്നുണ്ട് നികേഷ്. പതിയെ ഏട്ടത്തിക്ക് ബാലൻസ് വരുമെന്നും പറയുന്നു. എടാ, ഞാൻ പഠിപ്പിക്കട്ടെ നിധിയെന്ന് കൊതിയോടെ നികേഷിനോട് സുധീഷ് ചോദിക്കുമ്പോൾ പഠിപ്പിച്ചോളൂ ചേട്ടാ, അത് നല്ല കാര്യമല്ലേ എന്ന് പറയാണ് നികേഷ്. നിധിയോട് ഞാൻ പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഞാനാ പഠിപ്പിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. അങ്ങനെ നികേഷിനെ മാറ്റി സുധീഷ് നിധിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാനൊക്കെ തയ്യാറെടുക്കുന്നു. ബ്രേക്കിനെ പറ്റിയും ആക്സിലറേറ്ററിനെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുധീഷ്. നിധിയോട് പിന്നിലേക്ക് കയറിയിരിക്കാനും ആക്സിലറേറ്ററും ബ്രേക്കും എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്നും പറയുന്നുണ്ട് സുധീഷ്. അവരിങ്ങനെ പോകുമ്പോൾ അവരെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നികേഷ്. കുറച്ച് കഴിയുമ്പോൾ സുധീഷ് നിധിയോട് തനിച്ചൊന്ന് ഓടിച്ചു കാണിക്കാൻ പറയാണ്. അവൾ ആദ്യം ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ധൈര്യം കൊടുത്ത് ഒന്നുകൂടെ ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് അവൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ നിധി. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുധീഷും നികേഷും. സുധീഷ് നിധിന്ന് വിളിച്ച് അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. നികേഷും ഏട്ടത്തിന്ന് വിളിച്ച് ചെല്ലുകയാണ്. സോറി നിധി, ഇങ്ങനെ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിച്ചില്ലെന്നും പറയാണ്. ഇതൊക്കെ ആയപ്പോൾ മടുത്തിട്ട് സുധീഷിനോട് പിണങ്ങി നികേഷിനോട് പറഞ്ഞ് നിധി വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങാണ്. കൈ പൊട്ടിയിരിക്കുന്നത് കണ്ട് നികേഷ് കൈക്ക് വേദനയുണ്ടോ എന്നും സുധീഷ് ആശുപത്രിയിൽ പോകണോ എന്നും നിധിയോട് ചോദിക്കുന്നുണ്ട്. സോറി നിധി എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോൾ സുധീഷിന്റെ സോറി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിധി പോവുകയാണ് വീട്ടിലേക്ക്. സുധീഷും അവർക്ക് പിന്നാലെ വിഷമത്തോടെ വീട്ടിൽ വരുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. കയ്യിലൊക്കെ ബ്ലഡ് ഉണ്ടല്ലോ, വീണു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ. താഴെ വീണു, വണ്ടി തനിയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ അത് സാരമില്ല, വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ. ഇത് കേട്ട് ചിരിയോടെ നിധി അകത്തേക്ക് പോവാണ്. സുഭാഷും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിധി ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. നികേഷ് സുധീഷ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു. പിന്നീട് സുധീഷ് വിഷമത്തോടെയും ദേഷ്യത്തോടെയും പുറത്തു വന്നിരിക്കുമ്പോൾ സുധീഷിനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഭാസ്കരൻ. ഇത് കണ്ട് ദേഷ്യത്തോടെ സുധീഷ് അകത്തേക്ക് പോവാണ്. നിധിയുടെ കയ്യിൽ ഓയിൽമെന്റ് പുരട്ടുന്നുണ്ട് സുഭാഷ്. തുടർന്ന് നികേഷ് വീട്ടിൽ മുമ്പിൽ വെച്ച് നിധിയെ സ്കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ സുധീഷ്. നികേഷ് പറയുന്നുണ്ട്, ഞാൻ ഏട്ടത്തിയുടെ പിന്നിലിരിക്കും, ഇവിടെയുള്ള എല്ലാവരെയും സ്കൂട്ടർ ഓടിച്ച് കാണിക്കണം. സുഭാഷും ഭാസ്കരനൊക്കെ ആകാംക്ഷയോടെ നിധിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം നികേഷ് പറയുന്നുണ്ട്, നമുക്ക് ഗേറ്റ് വരെ പോയി തിരിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ നിധി പതിയെ വണ്ടി ഓടിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് കൈ കൊട്ടുകയാണ് കേട്ടോ. അപ്പൊ ഗേറ്റിന്റെ അവിടെ വരെ നിധി പോകുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കോ ഏട്ടത്തി, ഞാൻ വരണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതേസമയം അവിടേക്ക് ഹരീഷ് ബൈക്കിൽ വരുന്നുണ്ട്. അപ്പൊ നിധി സ്കൂട്ടർ ഓടിക്കുന്നത് കണ്ട് ഏട്ടത്തി ഇപ്പൊ നല്ലവണ്ണം വണ്ടി ഓടിക്കാൻ പഠിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി ഇപ്പോൾ മുൻപത്തേതിനേക്കാൾ ഭേദമായിട്ട് ഓടിക്കുന്നുണ്ട്, കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് ഓടിക്കുമെന്ന് പറയുന്നുണ്ട് നികേഷ്. തുടർന്ന് റോഡിൽ പോയി പഠിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നിധി. നികേഷ് ആണെങ്കിൽ റോഡിൽ എങ്ങനെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹരീഷും വന്ന് നിധിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെയൊക്കെ കുറിച്ച്. ആ സമയം സുധീഷും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിധി വണ്ടി ഓടിക്കുന്നത് കണ്ട് വണ്ടി നന്നായിട്ട് ആടുന്നുണ്ടല്ലോ, ഇവരെങ്ങനെയാണോ നന്നായി പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് വരുന്നതിന് മുൻപ് ഞാൻ നന്നായിട്ടാണ് വണ്ടി ഓടിച്ചത്, സുധീഷ് വന്നതിന് ശേഷമാണ് വണ്ടി ഇങ്ങനെ ആടുന്നത്, സുധീഷ് പോയിക്കോ, ഞാൻ പതുക്കെ പഠിച്ചോളാം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഹരീഷിനെയും നികേഷിനെയും ഒന്ന് നോക്കി സുധീഷ് അവിടെ നിന്നും പോവാണ്. അവരുടെ അടുത്ത് നിന്ന് പഠിക്കുള്ളൂ എന്ന് ഞാൻ നാണമില്ലാതെ പിറകെ പോവാണ്, എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ സുധീഷ്. ഇതേ സമയം അങ്ങനെ സുധീഷ് ഏട്ടന്റെ മുൻപിൽ ഏട്ടത്തി നന്നായിട്ട് ഓടിച്ചു കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നികേഷും ഹരീഷും സ്കൂട്ടർ പഠിപ്പിക്കൽ തുടരുകയാണ് കേട്ടോ നിധി. അപ്പൊ നമുക്ക് കാത്തിരിക്കാം കാറ്റത്തെ കിളിക്കൂടിനെ വരാൻ പോകുന്ന
പോകുന്ന ഈ ഒരു സൂപ്പർ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.